നമസ്കാരം. ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതായാണ് US വ്യക്തമായിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതായി മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ ആഴ്ചകളായി തുടരുന്ന പോരാട്ടം നിർത്തലാക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമം കൂടിയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഈ വെടിനിർത്തൽ, അതായത് ആരംഭിച്ചു കഴിഞ്ഞ വെടിനിർത്തൽ അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവയുടെ മധ്യസ്ഥതയിലാണ് സാധ്യമായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തെക്കൻ ലെബനിലുണ്ടായ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ നിലനിന്നിരുന്ന യുദ്ധഭീതി ഒഴിവാക്കാനായി ഈ തീരുമാനം സഹായകമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വ്യാഴാഴ്ച പുലർച്ചെയും ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ വെടിവെപ്പ് നടന്നത് ഈ വെടിനിർത്തലിന്റെ ദുർബലാവസ്ഥയെ അടിവരയിടുന്നതാണ്. അതേസമയം മധ്യേഷ്യയിൽ കൂടുതൽ വിപുലമായ സമാധാനം ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ഈ വെടിനിർത്തൽ അത്യാവശ്യമാണ് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും ഹിസ്ബുള്ള കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം പ്രത്യാക്രമണങ്ങൾ തുടരുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈനികമായ തിരിച്ചടികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മേഖലയിലെ സമാധാന സംരംഭങ്ങൾ തകർക്കാൻ സാധ്യതയുള്ള ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ വെടിനിർത്തൽ കരാർ. ലെബനിലെ പോരാട്ടം ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ചർച്ചകളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലും US, ഖത്തർ, ഇറാൻ മധ്യസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ തീവ്രമായ ചർച്ചകൾ നടത്തിയിരുന്നു. തെക്കൻ ലെബനിലെ ഇസ്രായേൽ ആക്രമണങ്ങളും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള ആക്രമണങ്ങളും ഉൾപ്പെടെ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. സൈനിക നടപടികളിലൂടെ ഇസ്രായേൽ സമാധാന ശ്രമങ്ങളെ തകർക്കുകയാണ് ലെബനീസ് ഉദ്യോഗസ്ഥർ ആരോപിച്ചപ്പോൾ ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്നും ആവശ്യമാണ് എന്ന് ഇസ്രായേൽ നേതാക്കൾ വാദിച്ചു. ലെബനിലെ പോരാട്ടം അടുത്തിടെ പ്രഖ്യാപിച്ച US, ഇറാൻ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെയുള്ള നയതന്ത്ര നീക്കങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ലെബനിലെ സംഭവ വികാസങ്ങൾ തങ്ങളുടെ ചർച്ചാ നിലപാടുകളെ സ്വാധീനിക്കുമെന്നും ഇറാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എല്ലാ മേഖലകളിലും സംഘർഷം കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം US ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വെടിനിർത്തൽ പ്രഖ്യാപനം പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എങ്കിലും മുൻകാല ഉടമ്പടികൾ ലംഘിക്കപ്പെട്ട ചരിത്രമുള്ളതിനാൽ വരും ദിവസങ്ങളിലും ഇത് നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കേണ്ടത് നിർണായകമാകുമെന്നാണ് നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നത്. കപ്പൽ ഗതാഗതം തുടരുന്നുണ്ട് എന്നും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയെന്ന റിപ്പോർട്ടുകൾ വ്യാജമാണ് എന്നാണ് ഇറാൻ നിലപാട്, അതായത് ഇറാൻ വ്യക്തമാക്കുന്ന നിലപാട്. ജൂൺ 18-ന് US-ഉമായി ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന ജലപാതയിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം തുടരുകയാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഹോർമൂസ് വീണ്ടും അടച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും കൃത്യമല്ലാത്തതുമാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബാഹായ് പറഞ്ഞിരുന്നത്. കടലിടുക്ക് അടച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം ധാരണാപത്രം ഒപ്പിട്ടതിനെ തുടർന്ന് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ടെഹ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും നിലവിൽ ഗതാഗതം സാധാരണ നിലയിലാണ് എന്ന തങ്ങളുടെ വ്യക്തമായ നിലപാട് ഇറാൻ പറയുന്നുണ്ട്.